ഫെബ്രുവരി 12-ാം തീയതി പുലർച്ചെ കാണാതായ ശ്രുതിയുടെയും പ്രദീപിൻ്റെയും മൃതദേഹം കണ്ടെത്തിയത് ഈ കുട്ടികൾ ദിവസവും കളിക്കുന്ന ഈ ഗ്രൗണ്ടിനും പരിസരത്ത് തൊട്ടടുത്ത് വീടുകളും ഉള്ള ഒരു സ്ഥലം, അതിൻ്റെ തൊട്ടടുത്തുള്ള അക്കേഷ്യ മരങ്ങളുടെ കൊമ്പിലാണ് എന്നത് ഏറെ ഞെട്ടിക്കുന്നതാണ്. ഇത്രയും ദിവസമായും ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കോ ഈ പരിസരവാസികൾക്കോ വീട്ടുകാർക്കോ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. പോലീസിൻ്റെ അന്വേഷണവും ഈ ഭാഗം കേന്ദ്രീകരിച്ചുണ്ടായില്ല. വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വലിയ കാട്, ആ കാടിൻ്റെ പരിസരങ്ങളിലായിരുന്നു പോലീസ്, നാട്ടുകാർ ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അന്വേഷിച്ചത്. പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി. അവരുടെ ഫോണുകൾ, രണ്ടുപേരുടെയും ഫോണുകൾ ആദ്യം റിങ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലായി. കഴിഞ്ഞ മാസം ഫെബ്രുവരി 12-ാം തീയതി ഒരു സംഭവം നടക്കുന്നത്. സ്വന്തം അനിയത്തിയുടെ കൂടെ രാത്രി കടന്നുറങ്ങിയ ശ്രുതിയെ രാവിലെ സഹോദരി എണീറ്റ് നോക്കിയപ്പം കാണുന്നില്ല. അടുക്കളയിലെ കതവ് തുറന്ന് നടക്കുന്ന വിചാരിച്ച് സഹോദരി വെളിയിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കുന്നു. പക്ഷേ കുറച്ച് നേരമായിട്ട് കാണാതായപ്പം ഈ സഹോദരി പേടിച്ചു. നേരെ ചെന്ന് അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞു. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചെയ്തത് ഈ ഒരു പെൺകുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ചതും ആരും തന്നെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് പേടിയാകാൻ തുടങ്ങി. ഉടനെ തന്നെ അയൽവാസിയായിട്ടുള്ള പ്രദീപിനെ വിളിക്കാൻ ഈ ഒരു വീട്ടുകാർ റെഡിയാകുമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ പ്രദീപാണ് എപ്പം നോക്കിയാലും ഈ ഒരു വീട്ടിൽ ഭയങ്കരമായിട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യത്തിനും വരുന്ന ഒരു ഓട്ടോ ഡ്രൈവർ കൂടിയാണ്. ഈ ഒരു അച്ഛനും അമ്മയ്ക്ക് തീരെ വയ്യ. അതുകൊണ്ട് തന്നെ എപ്പം നോക്കിയാലും ഈ പ്രദീപ് ഈ വീട്ടിൽ വരിക, എല്ലാം ചെയ്യും, എവിടെയും കൊണ്ടുപോകും, എല്ലാം ചെയ്യുന്നത് ഈ ഒരു പ്രദീപാണ്. അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകുന്നതും എല്ലാം ഈ ഒരു പ്രദീപ് തന്നെയായിരുന്നു. അപ്പോൾ പ്രദീപിനെ വിളിച്ചിട്ട് ഒന്ന് അന്വേഷിക്കാൻ പറയാം. കാരണം ഈ ഒരു അച്ഛനും അമ്മയ്ക്കും തീരെ വയ്യ, അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴത്തേന് ഇവനെ വിളിച്ചൊന്ന് അന്വേഷിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഈ പ്രദീപിനെ ഫോൺ വിളിച്ച സമയത്താണ് പ്രദീപും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇതോടെ ഭയങ്കരമായിട്ട് ഇവർക്ക് ഡൗട്ട് അടിക്കാൻ തോന്നി. എന്ത് പറ്റിയെന്നറിഞ്ഞില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ പോലീസ് ഇത് വലിയ കാര്യമായിട്ടോ ഒന്നും തന്നെ എടുത്തില്ല. ഇവരെന്ത് ചെയ്യുന്ന നേരെ കോടതിക്കും മുഖ്യമന്ത്രിക്കും ഒരു ലെറ്ററൊക്കെ എഴുതിയാണ് ചെയ്തത്. എന്നിരുന്നാലും അതിനുശേഷം ഈ ഒരു പോലീസ് ഇത് ഭയങ്കരമായിട്ട് ഊർജിതമായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. ഈ രണ്ടുപേരുടെയും ഫോൺ അവസാനം ലൊക്കേറ്റ് ചെയ്ത സ്ഥലം എവിടെയാണെന്ന് നോക്കിയപ്പോൾ ഇവരെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ്. അതും ഇവരെ വീടിൻ്റെ നിയറായിട്ടൊരു വലിയ കാടുണ്ട്. ആ ഒരു കാട്ടിലെങ്ങാനും ഒളിച്ചിരിക്കുവാണോ എന്നൊക്കെ ഒരു ഡൗട്ട് കാരണം അവിടെ ഫുൾ അന്വേഷിക്കുകയാണ് ചെയ്തത്. പക്ഷെ അന്വേഷിച്ചിട്ട് പോലും പോലീസിനൊന്നും തന്നെ കണ്ടു കിട്ടാനോ ഒന്നും തന്നെ പറ്റിയിട്ടില്ല. ആ സമയത്ത് നാട്ടുകാർ ഭയങ്കരമായിട്ട് പരക്കെ പറയുന്നൊരു കാര്യം, ഇവർ തമ്മിലുള്ള ഇഷ്ടമൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവർ നേരത്തെ തന്നെ ഈ ഒരു മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും അവരിത് വലിയ രീതിയിലോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവർ പറഞ്ഞൊരു കാര്യം, ഇവർ സഹോദരങ്ങളെ പോലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പല പ്രാവശ്യം ഇതുണ്ടെങ്കിൽ ഇതേ കണക്ക് പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടും അവരൊന്നും തന്നെ ഇത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം പ്രദീപ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എല്ലാ കാര്യത്തിലും. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വിശ്വാസം ഉണ്ടായിരുന്നെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരിക്കലും ഈ മാതാപിതാക്കൾ വിചാരിച്ചതുപോലുമില്ല. അവസാനം ഇവരെ കണ്ടെത്തിയതാണ്. ഇതിന് തൊട്ടടുത്തുള്ള ഒരു ഗ്രൗണ്ടിൽ അവിടെ ഒരു മരത്തിൽ രണ്ടുപേരും കെട്ടിത്തൂങ്ങി മുഖത്തോട് മുഖം നോക്കിയാണ് കെട്ടിത്തൂങ്ങി നിൽക്കുന്നതായിട്ട് അവർക്ക് കണ്ടത്. അതുപോലെ തന്നെ അവർ ഫോൺ നോക്കിയപ്പോഴാണെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ഫോൺ താഴെ ഭയങ്കര ചതഞ്ഞ രീതിയിലാണ് കിടക്കുന്നത്. ഇതിന് ശേഷം പോലീസ് ഇതെന്താണ്, ഇവർ ആത്മഹത്യ ചെയ്തതാണോ അതോ ഇനി ആരെങ്കിലും കെട്ടി തൂക്കിയതാണോ, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നും തന്നെ പുതിയതായിട്ട് റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സോ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അത് വീഡിയോ ആയിട്ട് എടുത്ത് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് കണക്കുള്ള ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഓരോ ദിവസം എന്തൊക്കെ നടക്കുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും.